ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ പോകുന്ന ഒരു കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. പരസ്പരം യാതൊരു പരിചയമില്ലാത്ത 10 പേർ കടലിൽ ഒറ്റപ്പെട്ട വലിയൊരു ദ്വീപിലേക്ക് വരികയാണ്. അവരങ്ങോട്ടേക്ക് ആരോ ക്ഷണിച്ചതാണ്. അവിടെ വലിയൊരു ബംഗ്ലാവ് ഉണ്ട്. ആരാണ് ഇവരങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ പതിയെ പതിയെ ആ 10 പേരിൽ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടാൻ തുടങ്ങുകയാണ്. ഓരോ ആൾക്കാർ മരിക്കുമ്പോഴും ബാക്കിയുള്ളവർ ശരിക്കും മരണത്തെ തൊട്ടടുത്ത് കാണുകയാണ്. ശരിക്കും ആരാണ് ആ കൊലയാളി? ഇങ്ങോട്ടേക്ക് ആരാണ് വിളിച്ചു വരുത്തിയത്? എന്തിനാണ് ഇവർ ഓരോരുത്തരെയായിട്ട് കൊല്ലുന്നത്? എന്തായാലും കഥയിലേക്ക് പോയി തന്നെ അത് മനസ്സിലാക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കിടിലൻ ത്രില്ലർ തന്നെയാണത്. എന്നാൽ പോവല്ലേ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമ ആരംഭിക്കുന്നത് 1939 ലണ്ടനിൽ വെച്ചാണ്. അവിടെ ഇപ്പോൾ ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അവരുടെ പേര് വെരാക്ലെ എന്നാണ്. എന്നാൽ വേറെയുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ, അവളുടെ മുഖത്ത് വല്ലാത്തൊരു ശോകമുണ്ട്. അതേസമയം തന്നെ ഒരു പാസ്റ്റിനെ കുറിച്ച് അവൾ ചിന്തിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തീരത്തേക്ക് പോകുന്ന വേര, അവളുടെ കൂടെ തന്നെ ഒരു പയ്യൻ. എന്നാൽ അവിടെ വെച്ച് എന്തോ സംഭവിച്ചു. അത് അവളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചു. ആ ഒരു പാസ്റ്റ് ലൈഫിൽ അവൾ വല്ലാതെ ഖേദിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നല്ലൊരു ജോലിയില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് പ്ലേസ്മെന്റ് ഏജൻസിയിൽ അവളുടെ റെസ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ ആ സ്ഥാപനത്തിലേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആള് പറയണം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ മാനേജ് ചെയ്യേണ്ട ഒരു മാനേജർ പൊസിഷനിലേക്കാണ് നിങ്ങളെ ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ഥലം എവിടെയാണെന്ന് വേറെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഒരു ദ്വീപിലാണ്. സോൾജർ ഐലൻഡ് എന്നാണ് ആ ദ്വീപിന്റെ പേര്. അതുപോലെ തന്നെ അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് നിന്നെ ജോലിക്കായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടുത്തെ ഓണർ ആയിട്ടുള്ള മിസ്സിസ് ആൻഡ് മിസ്റ്റർ ഓവൻ, അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് എമൗണ്ടും തന്നിട്ടുണ്ട്. ഈ സമയത്ത് വേറെ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഈ പറഞ്ഞ മിസ്സിസ് ആൻഡ് മിസ്റ്റർ ഓവനെ കണ്ടിട്ടുണ്ടോ? ഈ സമയത്ത് അയാൾ പറഞ്ഞ, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജോലിക്ക് പോയിട്ട് ജോയിൻ ചെയ്തോന്ന് പറയണം. പിന്നീട് അധിക നേരം ഒന്നും വേറെ ആലോചിച്ചില്ല. കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ജോലി അക്സെപ്റ്റ് ചെയ്യാണ്. വേറെ പോലെ തന്നെ ആ ബംഗ്ലാവിലേക്ക് പല ആൾക്കാരെയും ഈ മിസ്സിസ് ആൻഡ് മിസ്റ്റർ ഓവൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ആളാണ് മിസ്സിസ് എമിലി. ഒരു ബ്രിട്ടീഷുകാരിയാണ്, അത്യാവശ്യം സമ്പന്നയുമാണ്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് അങ്ങോട്ടേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതാണ്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എഡ്വാർഡ്, പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു പഴയ ജഡ്ജ് ലോറൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ ഫുൾ ടൈം ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ, ഇവന്റെ പേര് ആന്റോണി മാർഷോ എന്നാണ്. പിന്നെ അടുത്തത് ഒരു ഡിക്റ്റേറ്റീവ് ആണ്, അദ്ദേഹത്തിന്റെ പേര് വില്യംസ് എന്നാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ജനറലും ഉണ്ട്, ഇയാളുടെ പേര് മെക്കാർത്തർ എന്നാണ്. അവസാനത്തെ ആള്, അതായത് 8ാമത്തെ ആള് ഒരു സോൾജർ ആണ്, അവന്റെ പേര് ഫിലിപ്പ് ലംബാർഡ് എന്നാണ്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 8 ആളുകൾക്ക് ആ ദ്വീപിലേക്ക്, അതായത് സോൾജർ ഐലൻഡിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും പറഞ്ഞ ആ ഒരു ഡേറ്റിൽ നേരെ സോൾജർ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിൻ കയറി വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അങ്ങനെ പോകുന്ന വേറെ കാണിക്കുകയാണ്. ചെറിയൊരു പാതി മയക്കത്തിലാണ് അവളിപ്പോ. അപ്പൊ ആ ഒരു പാതി മയക്കത്തിൽ നിന്നും അവൾ കണ്ണ് തുറന്നപ്പോ തൂക്കിലേറ്റാൻ ഉപയോഗിക്കുന്ന കയറില്ലേ, അതുപോലെ ഒന്ന് അവൾ കാണുന്നുണ്ട്. ഒരു തോന്നലായിരുന്നു, പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കുന്നുണ്ട്. ഇതേ നേരം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാൾ അവളെ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ മറ്റാരുമല്ല, അങ്ങോട്ടേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ ആ ഒരു സോൾജർ ഉണ്ടല്ലോ, ഫിലിപ്പ് ലംബാർഡ്, അവനാണ്. എന്തായാലും അവന്റെ ആ ഒരു നോട്ടം അത്ര പന്തിയല്ലാത്തത് കൊണ്ട് വേറെ നേരെ എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റിൽ പോയിരിക്കുകയാണ്. അവിടെയാണ് പഴയ ജഡ്ജായിട്ടുള്ള ലോറൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ആ ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എഡ്വാർഡിനെ കാണിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അയാളുടെ കാറിനരികിലൂടെ വളരെ വേഗത്തിൽ ഒരുത്തിന് പോകുന്നുണ്ട്. ഡോക്ടർ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഡോക്ടറുടെ കാറിന് വന്ന് അവൻ ഇടിച്ചേനെ. ആ കാർ കൊണ്ട് പോയത് മറ്റാരുമല്ല, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനുണ്ടല്ലോ, ആന്റോണി മാർഷോൺ, അവനായിരുന്നു. എന്തായാലും ഇവരെല്ലാവരും അവസാനം എത്തിയിരിക്കുന്നത് ഒരു തീരത്താണ്. അവിടെ സോൾജർ ഐലൻഡിലേക്ക് പോകാനുള്ള ഒരു ബോട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു ബോട്ടിന്റെ ഡ്രൈവറും അവിടെയുണ്ട്. അങ്ങനെ ഇവർ 8 പേരും അങ്ങോട്ടേക്ക് എത്തി പരസ്പരം പരിചയപ്പെടുകയാണ്. മാത്രമല്ല ആ ഒരു ബോട്ടിൽ കയറിയിട്ട് നേരെ ആ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ദ്വീപായിരുന്നു അത്. കുറച്ചധികം ഹൈറ്റിൽ പൊന്തി നിൽക്കുന്ന ആ ഒരു ദ്വീപ്, അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ബംഗ്ലാവ്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മിസ്റ്ററി ഫീൽ ആവുന്നുണ്ടല്ലേ. എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് ആ ബംഗ്ലാവിലെ ഷെഫ് ആയിട്ടുള്ള തോമസിനെയാണ്. അയാളുടെ കൂടെ തന്നെ അയാളുടെ ഭാര്യയായിട്ടുള്ള സിസിലി ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന 8 പേർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിസിലിയ നേരെ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ഒരു കുഴി പോലെ തോന്നിക്കുന്ന വലിയൊരു സ്ഥലമാണത്. അവിടെ കുറെ അധികം പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് ചില ഭക്ഷണ സാധനങ്ങൾ സിസിലി എറിഞ്ഞു കൊടുക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ 8 പേരും ഈ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ്. ഇവരെത്തിയപാട് തന്നെ ഇവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് തോമസും സിസിലിയും വന്നിട്ടുണ്ട്. എന്നാൽ തീരത്ത് നിന്നും കുറച്ച് ദൂരം, അതായത് ദ്വീപിന്റെ നടുവിലേക്ക് നടക്കണം ആ ഒരു ബംഗ്ലാവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് ആ ബോട്ടിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ
കയ്യിലുണ്ടായിരുന്ന ലഗേജ് താഴെ വെച്ചിട്ട് പറയണം ഇതിന്റെ അപ്പുറത്തേക്ക് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അങ്ങനെ ആ ലഗേജ് അവിടെ വെച്ച് അയാൾ തിരിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ വന്ന് അയാളുടെ ലഗേജ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പ്രായമായിട്ടുള്ള ജഡ്ജായിട്ടുള്ള ലോറൻസ് അദ്ദേഹത്തിന് അത്രയും വെയിറ്റുള്ള ബാഗ് എടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ലോറൻസിന്റെ പിന്നാലെ വന്ന ഡിറ്റക്റ്റീവ് വില്യംസ് ഉണ്ടല്ലോ, അദ്ദേഹം ഈ ലോറൻസിന്റെയും കൂടെ ബാഗ് എടുത്ത് പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടക്കുന്ന സമയത്ത് ഈ ബോട്ടിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ഇയാൾ വളരെ ദയനീയമായിട്ട് തന്നെ ഈ 8 ആൾക്കാരെയും നോക്കുകയാണ്. അതായത് ഇവിടെ വെച്ച് എന്തോ ഒന്ന് സംഭവിക്കാൻ പോവാണ്. അങ്ങനെ ഈ 8 പേരും ബംഗ്ലാവിലേക്ക് എത്തുകയാണ്. ഈ 8 പേരും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന 2 പേരും, ടോട്ടൽ 10 പേരാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്. എന്തായാലും ഇപ്പൊ അവിടെ എത്തിയ ആ 8 പേരെയും ഇപ്പൊ തോമസ് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ ആൻഡ് മിസിസ് ഓവൻ അവർ ഇന്ന് രാത്രി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരിക. രാത്രി വലിയൊരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിരുന്നിൽ വെച്ച് വീണ്ടും കാണാം. തൽക്കാലം നിങ്ങൾ പോയിട്ട് റൂമിൽ വിശ്രമിക്കുന്നു പറയണം. അങ്ങനെ ഈ 8 പേർക്കും 8 റൂമുകളായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരുടേതായ റൂമിലേക്ക് എത്തി. എല്ലാം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള റൂമുകളാണ്. ഇതിനുശേഷം വേറെ കാണിക്കുകയാണ്. അവളിപ്പോ ആ ഒരു റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ചുമരിൽ ഒരു ഫ്രെയിം തൂക്കി വെച്ചിട്ടുണ്ട്. അതിൽ കവിത പോലെ ഒരു കഥ എഴുതിയിരിക്കുകയാണ്. ഒരു വിരുന്നിന് പോയ 10 പട്ടാളക്കാർ, അവരെ കുറിച്ചാണ് ആ ഒരു കവിതയിൽ ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ അവസാനം അത്ര നല്ലതായിരുന്നില്ല. ആ വിരുന്നിന് പോയ 10 പട്ടാളക്കാരും വ്യത്യസ്തമായ രീതിയിൽ മരണപ്പെടുകയാണ്. ആദ്യത്തെ പട്ടാളക്കാരൻ തൊണ്ടയിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്തോ കുരുങ്ങി മരിക്കുകയാണ്. മറ്റൊരു പട്ടാളക്കാരൻ മരം മുറിക്കുന്ന ആയുധം ഉപയോഗിച്ച് മരണപ്പെടുകയാണ്. മറ്റൊരാൾ ഉറങ്ങിയ സമയത്ത് ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഒരാളെ തേനീച്ച കടിച്ച് മരിക്കുന്നുണ്ട്. മറ്റൊരാളെ കരടി ആക്രമിച്ച് മരിക്കുന്നുണ്ട്. വേറൊരാളാണെങ്കിലോ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മരണപ്പെടുകയാണ്. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് കടലിലേക്ക് വീണ് വേറെയും ഒരു പട്ടാളക്കാരൻ മരിക്കുകയാണ്. അവസാനം 2 പേര് ബാക്കിയാവുന്നുണ്ട്. അതിൽ ഒരാൾ മറ്റേയാളെ വെടിവെച്ച് കൊന്നു. മറ്റേയാൾ പിന്നീട് ഇവിടെ ഒറ്റയ്ക്കായി. അവസാനം വന്നയാൾ കുറ്റബോധം കൊണ്ട് തൂങ്ങി മരിക്കും. അതായത് ഒരു വല്ലാത്ത ട്രാജിക് ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥ. ഏതെങ്കിലും ആൾക്കാർ ഇതുപോലെയുള്ള കഥകൾ ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കോ വളരെ വിചിത്രമായിട്ട് തന്നെ വേരയ്ക്ക് അത് കണ്ടു തോന്നുകയാണ്. എന്നാൽ ഇത് വെറും ഒരു കഥയായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. ഇതിനുശേഷം ഡോക്ടർ എഡ്വാർഡിനെ കാണിക്കുകയാണ്. ഇയാൾക്ക് എന്തോ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിനുശേഷം ഫിലിപ്പ് ലംബാർഡിനെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു സോൾജിയർ ആണ്. എന്നാൽ ആരും അറിയാതെ ഇയാൾ ഒരു ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ടേബിളിൽ ആരും കാണാതെ അത് ഒളിപ്പിച്ചു വെക്കുകയാണ്. മാത്രമല്ല ആന്റോണി മാർഷോ, ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 24 മണിക്കൂറും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനാ. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പഴയ ജഡ്ജി ആയിട്ടുള്ള ലോറൻസ് പ്രായമായതിന്റെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിനുശേഷം ജനറൽ മെക്കാർത്തറിനെ കാണിക്കുകയാണ്. അയാളും അയാളുടെ ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കുറച്ചു നേരം നോക്കി നിന്ന് അത് അവിടുത്തെ ആ ഒരു ടേബിളിൽ അയാൾ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മിസ് എമിലിയാണ്. അവരുടെ കാലിലെ നഖങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടുത്തെ ജോലിക്കാരിയായിട്ടുള്ള സിസിലിയ. മാത്രമല്ല ഈ സിസിലിയോട് പല കാര്യങ്ങളും മിസ് എമിലി പറയുന്നുണ്ട്. എന്നാൽ അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം 100% ഉറപ്പിക്കാം, 100% പക്കാ റേസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഈ മിസ് എമിലി. അതായത് ചില ആൾക്കാർക്ക് വിചാരിക്കും നമ്മളാണ് ഉയർന്ന ജാതി, ബാക്കിയുള്ളവരൊക്കെ താഴ്ന്ന ജാതി, നമ്മളെ ജാതിയിലുള്ളവരെ മാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു ഭയങ്കര റേസിസ്റ്റ് ചിന്താഗതി ഉണ്ടല്ലോ. അതിന്റെയൊക്കെ ഒരു ടോപ്പ് നോച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഈ മിസ് എമിലി. അങ്ങനെ ഏകദേശം അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. എല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ വേറെയും അങ്ങോട്ടേക്ക് പോകുന്ന വഴി അവിടെ ഒരു റൂം കണ്ടു. അവൾക്ക് എന്തോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ആ റൂമിന്റെ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വേലക്കാരിയായിട്ടുള്ള സിസിലി വന്നിട്ട് പറയാണ്, മേഡം അങ്ങോട്ടേക്കല്ല പോകേണ്ടത്, ദാ ഇങ്ങോട്ടേക്കാണ്, താഴെയാണ് ഡൈനിങ് ഹാൾ ഉള്ളത്. ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ നേരെ താഴേക്ക് പോകണം. എന്നാൽ ഇപ്പൊ വേറെ പോകാൻ നിന്ന് ആ റൂം ഉണ്ടല്ലോ, അതിനുള്ളിൽ ഈ സിസിലിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള തോമസ് ഉണ്ടായിരുന്നു. അയാൾ എന്തോ ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ വേറെ പോയി കഴിഞ്ഞതിന് ശേഷം സിസിലിയും അതുപോലെ തന്നെ തോമസും മുഖത്തോട് മുഖം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ ചില പന്തികേടുകൾ ഇവിടെ നിങ്ങൾക്ക് മണക്കുന്നില്ലേ? എന്തായാലും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സിഗ്നൽ കൊടുക്കുകയാണ്. എല്ലാം ഓക്കെയാണ്, ഇനി നമുക്ക് താഴേക്ക് പോവാന്ന്. അപ്പോഴേക്കും താഴെ 8 പേരും വന്നിട്ടുണ്ട്. ഭക്ഷണം എല്ലാം ടേബിളിൽ റെഡിയാണ്. എല്ലാവരും അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് വേറെ ആ ടേബിളിൽ വെച്ച 10 പട്ടാളക്കാരുടെ മെഴുകിന്റെ ശില്പങ്ങൾ കാണുന്നത്. അത് കണ്ടപാടിന് വേറെ ഓർമ്മ വന്നത് റൂമിൽ എഴുതി വെച്ച ഒരു കഥയാണ്. എല്ലാവരും അവരുടെ റൂമിൽ എഴുതി വെച്ച ഒരു കഥ വായിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ വേറെ പറയാണ്, നിങ്ങൾക്ക് ആ കഥയും ഈ ടേബിളിൽ വെച്ച ഈ മെഴുക് പ്രതിമകളുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും അതൊന്നും വലിയ മൈൻഡ് ആക്കാതെ ഇത് വെറും ഡെക്കറേഷന് വേണ്ടി വെച്ചതല്ലേ, ഇത് വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇങ്ങോട്ടേക്ക് ഈ 8 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോരുത്തരെയും ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, വേറെ തന്നെ എന്ത് പറഞ്ഞാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ലേ. അതുപോലെ തന്നെ ആ ആന്റോണി മാർഷോൺ ഉണ്ടല്ലോ, അവൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് ഇവിടെ വലിയൊരു പാർട്ടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ. അതായത് ഇവർ 8 പേരെയും പല കാരണങ്ങൾ പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഴയ ജഡ്ജായിട്ടുള്ള ലോറൻസ് ഉണ്ടല്ലോ, ലോറൻസ് ഇപ്പോ ഈ ഒരു തോമസിനോടും അതുപോലെ തന്നെ സിസിലിയോടും ചോദിക്കണം, അല്ല ഇവിടുത്തെ ഓണർ ആയിട്ടുള്ള മിസ്സിസ് ഓവൻ അവരിതുവരെ
ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ, ഇന്ന് വരില്ലേ? ഇപ്പൊ തോമസ് പറയണ അത് പിന്നെ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല, ഇത്രയും നേരമായില്ലേ, വരേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നുകയാണ്. ഇതേ നേരം തന്നെ മറ്റേ ആ ഒരു ആന്റോണി പറയണ ഇവിടെ വലിയ എന്തോ പാർട്ടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. എന്നാൽ വന്നപ്പോൾ കാണുന്ന എന്താ കുറെ വയസ്സായ ആൾക്കാർ. ഇതൊരുമാതിരി മറ്റേ പരിപാടിയായി പോയി. ഇതിനിടയിൽ ഡോക്ടർ എഡ്വാർഡ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ലടാ, ഇന്ന് രാവിലെ എന്റെ കാറിന്റെ സൈഡിലൂടെ മിന്നൽ വേഗത്തിൽ പോയ ആ ഒരു കാർ അത് നിന്റേതല്ലേ? എടാ, ഞാനൊന്ന് വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കാറിന് വന്ന് ഇടിക്കുകയായിരുന്നു. ഇപ്പൊ ആന്റോണി പറയണ, എടാ തന്തേ, നീ വരുമ്പോ നിന്റെ പിന്നാലെ ആമയെ പോലെ ഇഴഞ്ഞു വരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങുകയാണ്. വായി തോന്നിയ തെറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. എന്നാൽ അപ്പൊ തന്നെ ജനറൽ മെക്കാത്തർ പറയുന്നുണ്ട്, എടാ ഇവിടെ സ്ത്രീകളൊക്കെ ഉള്ളതാണ്, അപ്പൊ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുക, തൽക്കാലം നിങ്ങൾ പ്രശ്നമൊക്കെ ഒന്ന് ഒഴിവാക്കി പരസ്പരം കൈ കൊടുക്കുന്നു പറയണം. അങ്ങനെ അയാൾ പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. എന്നാൽ രണ്ടുപേരുടെ ഉള്ളിലും ഭയങ്കര ശത്രുതയുണ്ട് കേട്ടോ. അത് അവരുടെ ആ ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാം. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? റൂമിലേക്ക് തിരിച്ചു പോകണം. എന്നാൽ എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് ഇവർ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എന്തിനാണ് വിളിച്ചത്? പെട്ടെന്നാണ് ഒരു സ്പീക്കർ ഓൺ ആകുന്നത്. അതിൽ നിന്നും ഒരാൾ ഇവരോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്, ആരാണ് ഇങ്ങോട്ടേക്ക് നിങ്ങളെ വിളിച്ചത് എന്ന്. എന്തായാലും ഓരോ ആൾക്കാരെയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാരണങ്ങൾ ഞാനിപ്പോ പറയാം. ഡോക്ടർ എഡ്വാർഡ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ കാരണം നിങ്ങളുടെ കൈകൊണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഒരു പേഷ്യന്റ്. ഇത് കേട്ടപാടിന് ഞെട്ടിപ്പോയ എഡ്വാർഡ് ചാടി എഴുന്നേൽക്കുകയാണ്. ഇതിനുശേഷം ആ സ്പീക്കറിലൂടെ മിസ്സിസ് എമിലിയെ വിളിക്കുകയാണ്. മിസ്സിസ് എമിലി, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരി, ഒരു പെൺകുട്ടി നിങ്ങൾ കാരണം മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഇത് കേട്ട് എമിലിയും ആകെ ഞെട്ടിപ്പോവാണ്. ഇതിനുശേഷം ഡിറ്റക്റ്റീവ് വില്യത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് വില്യത്തിനോട് പറയാണ്, നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചില്ലേ, അതുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. പിന്നീട് വേറെ നീ കാരണം ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. അതായത് ഈ 8 പേരും ഓരോരുത്തരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ 8 പേര് മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന തോമസ് അതുപോലെ തന്നെ സിസിലിയ, അവരുടെ പേരും വിളിച്ച് ആ മൈക്കിലൂടെ ആ സ്പീക്കറിലൂടെ ആ ആള് സംസാരിക്കുന്നുണ്ട്. തോമസ്, സിസിലിയ, നിങ്ങൾ കാരണം ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ മരിച്ചു. ഇത് കേട്ട സമയത്ത് സിസിലിയ ആകെ ഞെട്ടിപ്പോവാണ്. അവള് വേഗം തന്നെ അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് എന്നറിയാൻ വേണ്ടി ബാക്കിയുള്ള 8 പേരും ആ ശബ്ദം കേൾക്കുന്ന റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിസിലിയുടെ അടുത്തേക്ക് തോമസ് വരുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ കിടന്ന് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സിസിലിയ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ പിടിക്കപ്പെടുമെന്ന്, ചെയ്യണ്ടെന്ന് നിങ്ങളോട് പല തവണ പറഞ്ഞതാ. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന തോമസ് പറയണ, ഒന്നും മിണ്ടാതെ വായ പൊത്തി ഇരിക്കടി. ഇതും പറഞ്ഞ് അവളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഒരു റെക്കോർഡർ അതുപോലെ തന്നെ ആ ഒരു സ്പീക്കർ ഇത് വെച്ച റൂമിലേക്ക് ഇവരെത്തുകയാണ്. മാത്രമല്ല പട്ടാളക്കാരനായിട്ടുള്ള ഫിലിപ്പ് ലംബാർഡ് അതിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നോക്കുമ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു വെച്ച ഒരു ശബ്ദമാണ് ഇവർ കേൾക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതിന് ഉത്തരം പറയാൻ ഒരാൾക്ക് കഴിയും, ഇവിടുത്തെ സെർവന്റ് ആയിട്ടുള്ള തോമസ്. ഫിലിപ്പ് ഓടിച്ചെന്ന് അവനെ പിടിക്കുകയാണ്. 2 പെട കൊടുക്കുന്നുണ്ട്. സത്യം പറയടാ, ആരടാ നീയൊക്കെ എന്താടാ ഇവിടെ ചെയ്യുന്നത്? എന്തിനാടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആരാടാ ഈ മിസ്റ്റർ മിസ്സിസ് ഓവൻ? ഇത് കേട്ടപ്പോൾ ഈ തോമസ് പറയണം, പൊന്നു സാറേ എന്നെ തല്ലല്ലേ, നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന ആളാണ് ഞാനും എന്റെ ഭാര്യയും ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇങ്ങോട്ടേക്ക് 8 ആളുകൾ വരും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഓഡിയോ പ്ലേ ചെയ്യുക. ഇത്രയാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും അറിയില്ല എന്ന് തോമസ് പറയാണ്. അതുപോലെ തന്നെ ആ ശബ്ദം എന്റെ പേര് കൂടെ പറഞ്ഞല്ലോ, ഞാനും കൂടെ ഇതിലുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ പെടുത്തുന്ന കാര്യങ്ങൾ പറയോ? ശരിയാണ്, എന്റെ പേരിൽ ഒരു കേസുണ്ട്, പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ കൊന്നു എന്ന പേരിൽ. സത്യം പറഞ്ഞാൽ അത് ഞാനല്ല അവരെ കൊന്നത്, പ്രായമായ സ്ത്രീയാണ്. ഞാൻ അവിടെ ജോലി ചെയ്യായിരുന്നു, അവര് സാധാരണ രീതിയിൽ മരിച്ചു പോയതാണ് എന്നാണ് തോമസ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് നമ്മളിപ്പോൾ കാണിക്കുകയാണ്. എന്തോ ചില സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രായമായ ആ ഒരു സ്ത്രീയെ തലക്കാണി ഉപയോഗിച്ച് തോമസ് തന്നെയാണ് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞത്. ഇത് കണ്ടുകൊണ്ട് അവിടെ സിസിലി ഉണ്ടായിരുന്നു. അവൾ പോയി അത് തടുക്കണ്ടേ, അവളത് തടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൊലപാതകത്തിൽ അവൾക്കും പങ്കുണ്ട്. ഇവരിനി എത്ര നുണ പറഞ്ഞാലും ഈ രഹസ്യം അറിയുന്ന ആരൊരാൾ എവിടെയോ ഇരുന്ന് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കഞ്ചനായിട്ടുള്ള ആന്റോണി മാർഷൽ ഉണ്ടല്ലോ, അവൻ പറയാണ്, ഇയാള് പറയുന്നത് പോലെ ഞാൻ 2 പേരെ കൊന്നിട്ടൊന്നുമില്ല, നിങ്ങളെല്ലാവരും ഓരോരുത്തരെ കൊന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നാൽ ഡോക്ടർ എഡ്വാർഡ് ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ കൈകൊണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. എന്റെ അരികിലേക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, എല്ലാവരെയും രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയുമോ? സ്വാഭാവികമായ രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു പേഷ്യന്റ് മരിച്ചുപോയി, അല്ലാതെ മനഃപൂർവ്വമായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതേ നേരം തന്നെ ജനറൽ മെക്കാർത്തറും ഒരു കാര്യം പറയുന്നുണ്ട്, ഇതേ അവസ്ഥ തന്നെയാണ് എന്റേതും. ഒരു യുദ്ധത്തിനായിട്ട് ഒരു സോൾജറെ ഞാൻ അയച്ചു, ആ യുദ്ധത്തിൽ അയാൾ മരണപ്പെട്ടു പോയി, അതിന് ഉത്തരവാദി ഞാനാണോ? ഇപ്പൊ പഴയ ജഡ്ജായിട്ടുള്ള ലോറൻസ് സംസാരിക്കുകയാണ്. അതായത് കോടതിയിലേക്ക് തെളിവുകളുമായിട്ട് ഒരുപാട് കുറ്റവാളികളെ ഹാജരാക്കാറുണ്ട്. അപ്പൊ അതിന്റെ
എല്ലാം അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് മരണശിക്ഷയും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതെന്റെ ജോലിയാണ്. ഇതേ നേരം തന്നെ മറ്റാ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ വില്യം, അയാളും പറയാണ് എന്റെ കയ്യിൽ നിന്നും ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ മനഃപൂർവ്വമായിട്ട് ഞാൻ ചെയ്തതല്ല. ഒരു കുറ്റവാളിയാണ്, ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിലാണ് മരിച്ചുപോയത്. അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്നും അടിച്ചപ്പോൾ അയാൾ ഛർദിച്ചു. ആ ഛർദി തൊണ്ടയിൽ കുരുങ്ങിയിട്ടാണ് അയാൾ മരിച്ചുപോയത്. സത്യത്തിൽ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ വേറെയും അവളുടെ കാര്യം പറയാണ്. അതായത് തുടക്കത്തിൽ ഒരു കുട്ടിയെ കാണിച്ചില്ലേ, ആ കുഞ്ഞിന്റെ അമ്മ നോക്കാൻ ഏൽപ്പിച്ചത് വേറെയായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും അവനെ കടലിലേക്ക് ഇറക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് ഓർമ്മയില്ലാതെ വേറെ ആ ഒരു കുട്ടിയെ കടലിൽ കളിക്കാൻ വിട്ടു. ആ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അവൾക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ്. എന്തായാലും അബദ്ധമാണെങ്കിലും ആ കുട്ടി അതിലൂടെ മരണപ്പെട്ടു. ആ ഒരു കുറ്റബോധത്തിലാണ് വേറെ ജീവിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എഡ്വാർഡ് പറയാണ്, നമ്മുടെ എല്ലാവരുടെയും കൈകൊണ്ട് ഓരോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. എന്നാൽ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനായിട്ടുള്ള ഫിലിപ്പ് ലംബാർഡ് പറയാണ്, നിങ്ങളൊന്നും കൊലപാതകം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു രാജ്യത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പട്ടാളക്കാരനല്ല. കാശ് തന്നാൽ ആർക്ക് വേണ്ടിയും ആരെ വേണമെങ്കിലും ഞാൻ കൊല്ലും. എനിക്ക് അതിനു വേണ്ടി തന്നെ ഒരു ടീമുണ്ട്. എന്റെ ഈ കൈ കൊണ്ട് എത്ര പേരെ ഞാൻ കൊന്നിരിക്കുന്നു എന്നറിയോ. ഇത് കേട്ട് ദേഷ്യം വന്ന മിസ് എമിലി പറയണം, അപ്പൊ നിന്നെപ്പോലുള്ളവൻ കാരണമാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാ? എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു കഞ്ചൻ ആന്റോണി മാർഷോ പറയണം, എനിക്കിപ്പോ ഓർമ്മ വന്നു, പണ്ട് ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് 2 കുട്ടികളുടെ മേത്തേക്ക് തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പതുക്കെയാട്ടോ വണ്ടി ഓടിച്ചത്. എന്നാൽ അവൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ എഡ്വാർഡ് അവനൊന്ന് നോക്കുകയാണ്. ഇവൻ പതുക്കെ 100% ഉറപ്പാണ്, നല്ല വേഗത്തിൽ ഓടിച്ചായിരിക്കണം അവൻ പോയിട്ടുണ്ടാവുക. അത് കാരണമായിരിക്കണം ആ ഒരു കുട്ടികൾ കാറിനിടയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ ആന്റോണിയോ മാർഷിയോ പറയുന്നത് ഇതൊന്നും എന്റെ തെറ്റല്ല, ആ കുട്ടികൾ ആ സമയത്ത് കളിക്കാൻ വിട്ട മാതാപിതാക്കളെ വേണം കുറ്റം പറയാനായിട്ട്. ഇതും പറഞ്ഞ് അവൻ അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ചോര തുപ്പി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചങ്ക് പിടച്ച് അവൻ ചാവുകയാണ്. അർഹിച്ച മരണം തന്നെ. എന്നാൽ ചോര തുപ്പി മരിച്ച ആന്റോണിയോ മാർഷോ ഇവനെ കണ്ട് എല്ലാവരും പേടിച്ചു പോവാണ്. എന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് അവൻ നന്നായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്, ചിലപ്പോൾ അതിന്റെ ഓവർഡോസ് കാരണമായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ്. എന്തായാലും തൽക്കാലം അവനെ ഒരു കട്ടിൽ കൊണ്ടേ കെടുത്താണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഈ ദ്വീപ് വിട്ട് പോകണമെന്ന് എല്ലാവരും തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ എഡ്വാർഡിനെ കാണിക്കണം. അയാൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു പേഷ്യന്റിനെ അയാൾ ചികിത്സിക്കാൻ വേണ്ടി പോവാണ്. വളരെയധികം എമർജൻസി ആയിട്ടുള്ള ഒരു കേസാണ്. പക്ഷെ ആ സമയത്ത് എഡ്വാർഡ് മദ്യപിച്ചു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്തായാലും ഈ സ്വപ്നം കണ്ട് അയാൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ അത് വെറും ഒരു സ്വപ്നമായിരുന്നില്ല, ശരിക്കും സംഭവിച്ചത് അതായിരുന്നു. എഡ്വാർഡ് മദ്യപിച്ച് ആ രോഗിയെ ചികിത്സിച്ചതുകൊണ്ടാണ് അയാൾ മരിച്ചുപോയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ എഡ്വാർഡിന്റെ അടുത്തേക്ക് തോമസ് വന്നിട്ട്, സാറേ ഒന്ന് വേഗം എന്റെ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അയാളിപ്പോ അയാളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ഇന്നലെ പോയി കിടന്നുറങ്ങിയ സിസിലിയ, അതായത് തോമസിന്റെ ഭാര്യ എഴുന്നേൽക്കുന്നില്ല. അതായത് ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഡോക്ടർ എഡ്വാർഡ് നേരെ മരിച്ചു കിടക്കുന്ന ആന്റോണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവന്റെ വായിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് ഡോക്ടർ ഫീൽ ആയി. അതായത് മയക്കുമരുന്നിന്റെ ഓവർഡോസ് കാരണമല്ല ഇവൻ മരിച്ചിരിക്കുന്നത്, ആരോ പോയിസൺ കൊടുത്തിട്ടാണ്. ആ കാര്യം ഡോക്ടർക്ക് മനസ്സിലായി. ഇതേ നേരം തന്നെ വേറെ വന്ന് ഡോക്ടർ വിളിക്കുകയാണ്, ഡോക്ടറെ ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ, ഒരു കാര്യം കാണിച്ചു തരാനാണ്. വേറെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ട് അവിടുത്തെ ആ ഒരു ടേബിളിൽ ഉണ്ടായിരുന്ന 10 മെഴുക് സോൾജേഴ്സിന്റെ പ്രതിമകൾ, അതിൽ 2 ഇപ്പൊ കാണാനില്ല. ഇപ്പൊ എഡ്വാർഡ് ചോദിക്കുകയാണ്, അല്ല നീ അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഇപ്പൊ വേറെ പറയാണ്, അതായത് നമ്മുടെ കൂട്ടത്തിൽ 2 പേര് ഇപ്പൊ മരണപ്പെട്ടില്ലേ, ഇതിൽ നിന്ന് കാണാതായിരിക്കുന്നത് 2 പ്രതിമകളാണ്. ഇപ്പൊ ഡോക്ടർ എഡ്വാർഡ് പറയാണ്, അനാവശ്യമായിട്ട് വെറുതെ ഓരോ കാര്യങ്ങൾ നീ കണക്ട് ചെയ്യാൻ നിൽക്കല്ലേ. അയാൾ പിന്നീട് അവിടുന്ന് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞു, എല്ലാവർക്കുള്ള ഭക്ഷണമായിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പൊ വേറെ എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈ ടേബിളിലിരിക്കുന്ന പ്രതിമകളിൽ 2 എടുത്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ആരും എടുത്തിട്ടില്ല എന്നാ. ഈ സമയത്ത് വേറെ എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരുടെയും മുറിയിലുണ്ടായിരുന്ന ആ ഒരു കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. 10 പട്ടാളക്കാർ വിരുന്ന് കഴിക്കാൻ പോയ ഒരു കഥയാണത്. അതിൽ ഓരോ പട്ടാളക്കാരും വ്യത്യസ്തമായ രീതിയിൽ മരിക്കുന്നുണ്ട്. ആദ്യത്തെ പട്ടാളക്കാരൻ എങ്ങനെയാണ് മരിക്കുന്നത്? ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടി ചോര തുപ്പിയല്ലേ മരിച്ചത്. അതേ രീതിയിൽ തന്നെയല്ലേ ആന്റോണി മരിച്ചത്. പിന്നെ ആ കഥയിൽ പറഞ്ഞതുപോലെ 2ാമത്തെ പട്ടാളക്കാരൻ മരിക്കുക ഉറങ്ങുന്ന സമയത്താണല്ലോ. ഈ തോമസിന്റെ ഭാര്യ സിസലി മരിച്ചത് എങ്ങനെയാണ്? അതുപോലെ തന്നെയല്ലേ, ഉറക്കത്തിലല്ലേ. അതായത് ആ കഥയിൽ ഓരോ പട്ടാളക്കാരും മരണപ്പെടുന്നത് പോലെ ഇവിടെ വെച്ച് നമ്മൾ ഓരോരുത്തരും കൊല്ലപ്പെടും. നമ്മൾ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതാരും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് തന്നെ ജനറൽ മെക്കാർത്തറിനെ കാണിക്കുകയാണ്. അയാളുടെ ഉള്ളിലും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പഴയ കാര്യങ്ങൾ അയാളിപ്പോൾ ഓർക്കുകയാണ്. അതായത് ജനറൽ മെക്കാർത്തറിന്റെ പേരിൽ ഒരു കൊലപാതക കുറ്റം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ കൊലപാതകം അറിയാതെ സംഭവിച്ചതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. അന്ന് ആ യുദ്ധമുഖത്ത് ഒരു പട്ടാളക്കാരൻ അയാളെ പിന്നിൽ നിന്നും ജനറൽ മെക്കാർത്തർ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. എന്തിനാണെന്നല്ലേ, ആ പട്ടാളക്കാരനും മെക്കാർത്തറിന്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു പക കാരണമാണ് അയാളെ വെടിവെച്ച് കൊന്നത്. അതായത് ജനറൽ മെക്കാർത്തർ അറിയാതെയല്ല ആ ഒരു കൊലപാതകം ചെയ്തത്. എന്തായാലും ഇതിനുശേഷം
ഡിറ്റക്റ്റീവ് വില്യംസും അതുപോലെ തന്നെ വാടക കൊലയാളിയായിട്ടുള്ള ഫിലിപ്പ് ലംബാർഡ് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ദ്വീപ് ഏകദേശം ഒന്ന് അരിച്ചു പിറക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. എന്നാൽ ഇവരവിടെ തപ്പി നടക്കുന്ന സമയത്താണ് ഈ ഡിറ്റക്റ്റീവ് വില്യം ഒരു കാര്യം പറയുന്നത്. അതായത് ജയിലിൽ വെച്ച് ഒരുത്തിനെ ഞാൻ അടിച്ചു കൊന്നെന്ന് പറയുന്നില്ലേ, അന്ന് അവൻ മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഛർദ്ദിച്ചിട്ടല്ല, ശ്വാസം മുട്ടിയല്ല മരിച്ചത്, നന്നായിട്ട് ഞാൻ അടിച്ചത് കൊണ്ട് തന്നെയാണ് അവൻ മരിച്ചത്. അതായത് ആ കൊലപാതകം അതെനിക്ക് അറിയാതെ പറ്റിയ ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞാൻ എഴുതിയത് അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് അയാൾ ഛർദ്ദിച്ചു എന്നൊക്കെയാണ്. എന്തായാലും ഇതിനുശേഷം ജനറൽ മെക്കാർത്തറിനെ കാണിക്കുകയാണ്. ഇയാൾ ഇപ്പൊ ആ ഒരു ബംഗ്ലാവ് ഇട്ട് ദ്വീപിന്റെ ഒരു ഭാഗത്ത് വന്ന് ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് വേറെ പറയണം, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്, വാ നമുക്ക് എല്ലാവർക്കും ഇനി ഇവിടുന്ന് പോകാം, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം. എന്നാൽ ജനറൽ മെക്കാർത്തർ പറയണം, നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് വേറെക്ക് എന്തോ ഒരു സംശയം, ഇയാളാണോ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു കില്ലർ. എന്തായാലും വേറെ അവിടുന്ന് പോകണം. എന്നാൽ ഇതിനുശേഷം ജനറൽ മെക്കാർത്തർ ഇയാൾ നോക്കുമ്പോൾ ഇയാൾ കൊന്ന ആ ഒരു പട്ടാളക്കാരന്റെ ഒരു രൂപത്തെ ആ ദ്വീപിന്റെ പല ഭാഗത്തായിട്ട് ജനറൽ മെക്കാർത്തറിന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ട് അയാൾ വല്ലാതെ ഭയന്ന് പോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി ഇപ്പൊ ബംഗ്ലാവിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. എന്തായാലും പോകുന്നതിന് മുന്നേ ഇവിടെ എന്തെല്ലാം ഒന്ന് അരിച്ച് പരിശോധിക്കാന്ന് കരുതിയിട്ട് ആ ബംഗ്ലാവിലൂടെ ഇവർ നടക്കുമ്പോൾ ഒരു റൂമിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടത് ഡിറ്റക്റ്റീവ് വില്യമും അതുപോലെ തന്നെ ഡോക്ടർ എഡ്വാർഡും പിന്നെ ഫിലിപ്പ് ലംബാർഡുമാണ്. അപ്പൊ ആ ശബ്ദം കേട്ടവാണ് തന്നെ ഫിലിപ്പ് ലംബാർഡ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് വേഗം എടുത്ത് ആ വാതിൽ ചവിട്ടി പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നോക്കുമ്പോൾ ആരാ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, ഇവിടുത്തെ ആ ഒരു സെർവന്റ് ആയിട്ടുള്ള തോമസ് ആയിരുന്നു. നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്, എല്ലാവരും രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ നീ എന്താ ഇതിന്റെ ഉള്ളിൽ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ തോമസ് പറയാണ്, എനിക്ക് നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, നിങ്ങൾ പോകുന്നത് പോലെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് കിട്ടിയ ഡ്യൂട്ടി നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ്. ഒരു കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് തീരാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും ശരി, ആ ഒരു കില്ലർ ഞാനല്ല. ഇതും പറഞ്ഞ് ആ റൂമിലുണ്ടായിരുന്ന കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് ഇയാൾ നേരെ കിച്ചണിലേക്ക് പോവാണ്. എന്നാൽ ഫിലിപ്പിന്റെ കയ്യിൽ ആ ഒരു ഗണ്ണ് അതിപ്പോ ഡോക്ടർ എഡ്വാർഡ് കണ്ടല്ലോ. അപ്പൊ എഡ്വാർഡിനൊരു സംശയം, ഇനി ആ ഒരു കില്ലർ ഈ ഫിലിപ്പായിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കാൻ തുടങ്ങുകയാണ്. ഇയാളാണോ കില്ലർ, ഇവനാണോ നമ്മളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന ആള് എന്നിങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ബംഗ്ലാവിന്റെ മറ്റൊരു ഭാഗത്ത് ഇരുന്ന് മിസ്സിസ് എമിലിയും അതുപോലെ തന്നെ വേരാക്ലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സംസാരത്തിനിടയിൽ മിസ്സിസ് എമിലി ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ പണ്ടൊരു പെണ്ണ് ജോലി ചെയ്തിരുന്നു, താഴ്ന്ന ജാതിയാണ്, നമ്മുടെ വംശമൊന്നുമില്ലെന്ന്. എനിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഒരു ചൊറിച്ചിലാണ്, വല്ലാത്തൊരു ദേഷ്യമൊക്കെ തോന്നും അവളോട്. ഞാൻ അതുപോലെയൊക്കെ തന്നെയാണ് അവളോട് പെരുമാറാറും. ഒരു ദിവസം ഞാൻ അവളോട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്നാൽ ആ പെണ്ണ് അന്ന് എന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ, അവള് ഗർഭിണിയാണ്, ഇവിടുന്ന് പുറത്തു പോയാൽ അവൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, തെരുവിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ. എന്നാൽ എനിക്കതൊന്നും കേട്ട് മനസ്സിലായില്ല. ഞാൻ അവളെ ഇറക്കി വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവള് മരിച്ചു എന്നാ ഞാൻ കേട്ടത്. അപ്പൊ അവള് മരിച്ചതിന് ഉത്തരവാദി ഞാനാണോ? ഒരു ജോലി പോയാൽ മറ്റൊന്ന് കണ്ടുപിടിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്വമല്ലേ? അവളുടെ മരണം എന്റെ തലയിൽ കൊണ്ടിട്ടാല് ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഈ തള്ളയുടെ വിഷം വെച്ചുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വേറെയൊക്കെ ഒരു കാര്യം മനസ്സിലായി. നല്ല റേസിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണ് ഈ മിസ് എമിലി എന്ന്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ദ്വീപിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് പക്ഷികൾ അങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടി. അതായത് ജനറൽ മെക്കാർത്തർ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. പേടിച്ചു പോയി ഇവർ വേഗം തന്നെ ബംഗ്ലാവിലേക്ക് വന്ന് എല്ലാവരോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ടേബിളിൽ ഒരു ശില്പം കൂടെ കാണാതായിട്ടുണ്ട്. അതായത് 7 ശില്പങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ഇപ്പൊ വേറെ പറയണം, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അതായത് 3ാമത്തെ പട്ടാളക്കാരൻ മരണപ്പെടുന്നത് ആ കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അയാൾ തനിയെ ഇരിക്കുമ്പോൾ മരണപ്പെടുമെന്ന്. ഇപ്പൊ ജനറൽ മെക്കാർത്തർ അയാൾ മരിച്ചതും അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ. ഇപ്പൊ എല്ലാവരും ചുമരിൽ എഴുതി വെച്ച ആ ഒരു കഥയെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ശരിക്കും ഇവരെല്ലാവരും എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇവർക്കിടയിലുള്ള ഒരു കോമൺ പോയിന്റ് അതെന്താണ്? കുറച്ചു നേരത്തെ സംസാരത്തിനിടയിൽ ഇവർക്കത് മനസ്സിലായി. ആ സ്ഥാപനമാണ് ജോബ് പ്ലേസ്മെന്റ് ഏജൻസി. അവിടെ നിന്നാണ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ജഡ്ജ് ലോറൻസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് ആരെങ്കിലും ആണോ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരാളാണോ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്നാൽ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് വലിയ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലെ ഒരാളല്ല, പുറത്തു നിന്നുള്ള ആരോ ഒരാളാണ് നമ്മളെല്ലാം കൊല്ലാൻ ശ്രമിക്കുന്നത്. ആ കാര്യം എനിക്ക് ഉറപ്പാണ്. ഇതേ നേരം തന്നെ അവിടുത്തെ സെർവന്റ് ആയിട്ടുള്ള തോമസ് വന്ന് ഇന്ന് രാത്രി എന്താ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എന്ന് ഇവരോട് ചോദിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കെന്ന് പറയാണ്. അങ്ങനെ തോമസ് നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇതിനുശേഷം ഇവർക്ക് എല്ലാവർക്കും തോമസിന് സംശയം തോന്നുകയാണ്. കാരണം ഇവരെല്ലാവരും വരുന്നതിന്റെ ഒരു ദിവസം മുന്നേ തോമസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് അറിയാവുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ തോമസിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈ ടേബിളിലിരിക്കുന്ന പ്രതിമകളിൽ നിന്നും ഓരോന്നിനെയും എടുത്തു മാറ്റുന്നതും ഈ തോമസ് തന്നെ ആയിരിക്കണം. അതായത് ഇവിടെ വെച്ച് എല്ലാവരും ഈ തോമസിനെ സംശയിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ കിച്ചണിലേക്ക് പോയി ഭക്ഷണം പാകം ചെയ്യാനുള്ള ആ ഒരു ഇറച്ചി അതെടുക്കാൻ നോക്കുമ്പോൾ അതവിടെ കാണാനില്ല. അത് കണ്ട് തോമസ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രി ഇവരെല്ലാവരും ഇവിടുന്ന് പോകാന്ന് വെച്ചാൽ ആ ഒരു ബോട്ട് വന്നാൽ, എന്നാൽ ആ ബോട്ട് ഇന്ന് വന്നില്ല. അതുകൊണ്ട് ഈ രാത്രി ഇവർക്ക് ഇവിടെ തന്നെ നിൽക്കണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അർദ്ധരാത്രി എല്ലാവരും ഒരു കരച്ചിൽ കേട്ട് ചാടി എഴുന്നേൽക്കാണ്. കരഞ്ഞത് മറ്റാരുമല്ല, ഡോക്ടർ എഡ്വാർഡ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കി. കിച്ചണിൽ വെച്ചാണ് ഡോക്ടർ എഡ്വാർഡ് കരഞ്ഞിരിക്കുന്നത്. ഇയാൾ എന്ത് കണ്ടാ കരഞ്ഞത്? ഇവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന തോമസ് ഉണ്ടല്ലോ, തോമസിനെ ക്രൂരമായിട്ട് ആരോ മരം വെട്ടുന്ന ആ മഴ വെച്ച് വെട്ടി കൊന്നിരിക്കുകയാണ്. അത് കണ്ട് ഞെട്ടിയാണ് ഡോക്ടർ എഡ്വാർഡ് അലറി കരഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം മുതൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ എഡ്വാർഡ് വേരയോട് പറയണ, വേര നീ പറഞ്ഞ കാര്യമൊക്കെ ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. കാരണം 4ാമത്തെ ആൾ
മരണപ്പെടുന്നത് ഒരു കോടാലി വെച്ചായിരിക്കും, ഒരു മഴ വെച്ചായിരിക്കും എന്ന ആ ഒരു കവിതയിൽ പറയുന്നുണ്ട്. ഇപ്പൊ വേറെ പറയണ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആൾ മരണപ്പെടുക തേനീച്ച കുത്തിയിട്ടാണെന്ന് ആ കഥയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ ദ്വീപില് അങ്ങനെ ഈച്ചകളെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇനി എങ്ങനെയായിരിക്കും അടുത്ത ആൾ മരിക്കുക അറിയില്ല. എന്തായാലും ടേബിളിൽ ഉണ്ടായിരുന്ന 4 പ്രതിമകൾ ഇപ്പൊ കാണാതായി. ഇനി 6 എണ്ണാണ് ബാക്കിയുള്ളത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ജാഗരൂപരായിട്ടിരിക്കണമെന്ന് വേറെ പറയാണ്. എന്തായാലും ഇതിനുശേഷം ആർക്കും മര്യാദ ഉറങ്ങാൻ കഴിയുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ വേറെ ആ ഒരു ഡൈനിങ് ഹാളിലൂടെ നടക്കുന്ന സമയത്ത് അവൾ ആ ഒരു ടേബിളിലേക്ക് നോക്കിയപ്പോൾ നേരത്തെ വരെ 6 എണ്ണം ഉണ്ടായിരുന്ന ശില്പത്തിൽ ഇപ്പൊ 5 എണ്ണം മാത്രമേ ഉള്ളൂ. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും വേഗം തന്നെ വേറെ വിളിച്ചു കൂട്ടുകയാണ്. മാത്രമല്ല ഇവർ മുഴുവനായിട്ട് അവിടെ നോക്കിയപ്പോൾ 5ാമത്തെ ആളും മരണപ്പെട്ടു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, മിസ് എമിലി ആയിരുന്നു. അവരുടെ കഴുത്തിൽ നീണ്ട ഒരു സൂചി കുത്തിയിട്ടാണ് അവരെ കൊന്നിരിക്കുന്നത്. പക്ഷേ തേനീച്ച കടിച്ച് കൊല്ലും എന്നാണല്ലോ കവിതയിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു സൂചി ഇവർ വലിച്ചൂരി നോക്കിയപ്പോൾ അതിന്റെ തുമ്പത്തായിട്ട് ബി, അതായത് തേനീച്ച എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ വിഷം പുരട്ടിയാണ് മിസ് എമിലിയെ ആരോ കൊന്നിരിക്കുന്നത്. അതേസമയം തന്നെ ആ ഒരു വാടക കൊലയാളി ഫിലിപ്പ് ലംബാർഡ് വന്നിട്ട് എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്റെ റൂമിൽ എന്റെ ആ ഒരു ഷെൽഫിൽ വെച്ചിരുന്ന ഗണ്ണ് അത് കാണാതായിട്ടുണ്ട്. ഞാൻ ലോക്ക് ചെയ്ത റൂമിൽ മറ്റൊരു ചാവി ഇട്ട് ആ റൂമിലേക്ക് കയറി ആ ഒരു ഗണ്ണ് എടുക്കണമെങ്കിൽ ഇതിന്റെ സ്പെയർ കീ ആ ഒരു കില്ലറുടെ കയ്യിലുണ്ട്. നിലവിൽ ആ ഒരു തോക്ക് എന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പൊ വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാവിയും ആ ഒരു ഗണ്ണും എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാവരും അവിടെ തിരയുന്നുണ്ട്. പക്ഷെ ആർക്കും ആ ഒരു ചാവിയോ അല്ലെങ്കിൽ ആ ഒരു ഗണ്ണോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറച്ച് അപ്പുറത്തായിട്ട് വേട്ടയാടി കൊണ്ടുവന്ന ഒരു കരടിയുണ്ട്. ആ കരടിയുടെ തല ഏകദേശം അതുപോലെ വെച്ചിരിക്കുകയാണ്. അതിന്റെ തൊലിയുണ്ട്, അതിന്റെ വായിൽ ആ ഒരു ഗണ്ണുണ്ട്, അതുപോലെ തന്നെ ചാവിയുണ്ട്. എന്നാൽ ഇതൊന്നും ആരും കാണുന്നില്ല. കുറച്ചു നേരം അവിടെ തപ്പിയതിനു ശേഷം ഇവർ ഈ പരിപാടി നിർത്തുകയാണ്. എന്നിട്ട് പറയണേ, എങ്ങനെയെങ്കിലും നമുക്ക് തീരത്തിന്റെ അടുത്ത് പോയിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ച് കടലിലൂടെ പോകുന്ന ആർക്കെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാം. അത് കണ്ട് അവരിങ്ങോട്ടേക്ക് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ തീരത്ത് പോയി അവർ തീയിടുന്നുണ്ട്. എന്നാൽ നല്ല കാറ്റും മഴ ഉള്ളത് കൊണ്ട് തന്നെ ഇവരിട്ടിരിക്കുന്ന ഈ തീയൊന്നും ആരും കാണാനും പോകുന്നില്ല, അതിലൂടെയൊന്നും ആരും പോകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വീണ്ടും ബംഗ്ലാവിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം 6ാമത്തെ ആൾ എങ്ങനെയാണ് കൊല്ലപ്പെടുക എന്നവർ നോക്കുമ്പോൾ നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കാത്ത ഒരാളാണ് മരണപ്പെടുക. അപ്പൊ അത് വായിച്ചപ്പോൾ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇനി അടുത്തതായിട്ട് മരണപ്പെടാൻ പോകുന്നത് പഴയ ജഡ്ജായിട്ടുള്ള ലോറൻസ് ആണ്. അത് കേട്ട സമയത്ത് തന്നെ ലോറൻസിന്റെ മുഖത്ത് ആ ഒരു മരണഭയം കാണാം. മരിക്കും എന്ന് ഏകദേശം അയാൾക്ക് ഉറപ്പായി. ആ സമയത്താണ് അയാൾ ആ ഒരു രഹസ്യം പറയുന്നത്. എന്റെ മുന്നിലേക്ക് ഒരു കേസ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നു. ഒരു ചെറുപ്പക്കാരനാണ്, വലിയൊരു കുറ്റമാണ് അവന്റെ മേലെ ആരോപിക്കപ്പെട്ടത്. പക്ഷേ തെളിവുകളെല്ലാം പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ നിരപരാധിയാണ്, അവൻ ആരോ കുടുക്കിയതാണ്. പക്ഷേ തെളിവുകൾ അവനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെതിരെ വിധി പറയേണ്ടി വന്നു. അവനെ തൂക്കിക്കൊന്നു. സത്യത്തിൽ അതൊരു പാവം ചെറുപ്പക്കാരനായിരുന്നു. അറിയാതെയാണെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വന്നുപോയ വലിയൊരു തെറ്റ് തന്നെയാണത്. എന്തായാലും ഇത് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ലോറൻസ് പറയാണ്, കുറച്ചു നേരം ഞാൻ എന്റെ റൂമിൽ പോയിട്ട് ഒറ്റയ്ക്കിരിക്കട്ടെ, നമുക്ക് പിന്നീട് കാണാന്ന് പറഞ്ഞിട്ട് അയാളുടെ റൂമിലേക്ക് പോകണം. ഇതേ സമയം തന്നെ വേറെയുടെ റൂമിലേക്കും പോകണം. അവളുടെ റൂമിലേക്ക് വന്നപ്പോൾ അവൾ കാരണം മരിച്ചുപോയ ആ ഒരു കുട്ടിയെ അവൾ തൊട്ട് മുന്നിൽ കണ്ണാടിയുടെ അടുത്തായിട്ട് കാണുകയാണ്. അത് കണ്ടപാട് തന്നെ പേടിച്ച് വിറച്ച വേറെയെ ആരോ പിറകിൽ നിന്നും പിടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവളുടെ ബോധം പോവാണ് കേട്ടോ. ആ ബോധം പോയ സമയത്ത് ചില പഴയ കാര്യങ്ങൾ അവൾക്ക് അങ്ങനെ ഓർമ്മ വരികയാണ്. അതായത് മരിച്ചുപോയ ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ അതിന്റെ അമ്മ നോക്കാൻ വേറെ ഏൽപ്പിക്കുകയാണ്. അവളുടെ അശ്രദ്ധ കാരണം ആ കുട്ടി കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ കുട്ടി മരിക്കുകയാണ്. അവസാനം അതിന്റെ അമ്മ വന്ന് ആ ഒരു കുട്ടിയുടെ അരികിൽ വെച്ച് തേങ്ങി കരയുന്നത് വേറെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം കണ്ട് വേറെ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. ശരിയും അവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു കുറ്റബോധം അങ്ങോട്ട് പോകുന്നില്ല. അവളെ ഭയങ്കരമായിട്ട് ആ ഒരു തെറ്റ് വേട്ടയാടുന്നുണ്ട്. പിന്നീട് ബോധമില്ലാത്ത വേറെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നത് ഡോക്ടർ എഡ്വാർഡും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് വില്യം കൂടിയിട്ടാണ്. ഇവര് വിചാരിച്ചത് വേറെ മരിച്ചു എന്നാണ്. പക്ഷെ വേറെയല്ല മരിച്ചത്, പകരം ജഡ്ജായിട്ടുള്ള ലോറൻസ് ആയിരുന്നു. ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആരോ ഗൺ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ തലക്കിട്ട് വെടിവെച്ചിട്ടുണ്ട്. സ്പോട്ടിൽ തന്നെ ലോറൻസ് മരണപ്പെട്ടിട്ടുണ്ട്. അതായത് നേരത്തെ കാണാതായ ആ ഒരു ഗണ്ണ് അത് വെച്ചാണ് ലോറൻസിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ബാക്കിയുള്ളത് 4 പേരാണ്. ഒന്ന് വേര, അതുപോലെ തന്നെ ഡോക്ടർ എഡ്വാർഡ്, ഡിറ്റക്റ്റീവ് വില്യം, അതുപോലെ തന്നെ കൂലിപ്പട്ടാളക്കാരനായിട്ട് ഫിലിപ്പ് ലംബാർഡ്. മാത്രമല്ല ആ ഒരു ടേബിളിലാണെങ്കിൽ ഇനി 4 പ്രതിമകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നില്ലെങ്കിൽ ആ ഒരു കില്ലർ ഇവർ 4 പേരല്ലാത്ത മറ്റൊരാളായിരിക്കും, അല്ലെങ്കിൽ ഈ 4 പേരിൽ ഒരാൾ ആയിരിക്കും ആ ഒരു കില്ലർ. അപ്പോൾ അതാരാണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി എത്ര പേരാണ് ബാക്കിയുള്ളത്? 4 പേര്. ഒന്ന് വേര, പിന്നെ ഡോക്ടർ എഡ്വാർഡും ഡിറ്റക്റ്റീവ് വില്യം, അതുപോലെ തന്നെ ഫിലിപ്പ് ലംബാർഡും. 4 പേർക്ക് ഒരു കാര്യം ഉറപ്പാണ്, അധികം വൈകാതെ ഇവർ 4 പേരും മരണപ്പെട്ടു പോകും. പക്ഷേ ഈ അവസാന സമയത്ത് രക്ഷപ്പെടാൻ നോക്കാതെ ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ തീരുമാനിക്കണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മദ്യമെല്ലാം കഴിക്കുന്നുണ്ട്, നന്നായിട്ട് ഡാൻസ് കളിക്കുകയാണ്. ആ രാത്രി അവർ ആഘോഷിക്കുകയാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഡോക്ടർ എഡ്വാർഡിനെ കാണാനില്ല. ഇവര് 3 പേര് നോക്കിയാട്ടോ, പക്ഷെ എവിടെ നോക്കിയിട്ടും എഡ്വാർഡിനെ കാണാനില്ല. മാത്രമല്ല ഇപ്പൊ ടേബിളിൽ 3 ശില്പങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് എഡ്വാർഡ് മരിച്ചു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഈ സമയത്ത് ഡിറ്റക്റ്റീവ് വില്യം ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു കാര്യം സത്യത്തിൽ തുറന്നു പറയാം, ഞാനൊരു കൊലപാതകിയാണ്. ഒരു പാവപ്പെട്ട ചെറുക്കനെ ഞാൻ അടിച്ചു കൊന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഞാനല്ല. അതുപോലെ തന്നെ കാണാതായി എന്ന് പറയുന്ന ഫിലിപ്പ് ലംബാർഡിന്റെ ആ ഒരു ഗണ്ണുണ്ടല്ലോ, അത് അവന്റെ റൂമിൽ തന്നെ ആരോ ഒരാൾ കൊണ്ടുവന്ന്
വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഫിലിപ്പ് ലംബാർഡിന് അവന്റെ ആ ഒരു ഗണ്ണ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അടുത്ത ആളിനി മരിക്കാൻ പോകുന്നത് ഒരു മൃഗത്തിന്റെ കൈകൊണ്ട്, ഒരു കരടിയുടെ കൈകൊണ്ടായിരിക്കും എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ കാലാവസ്ഥ വളരെയധികം ഓക്കെയാണ്. നമുക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ എന്ന് അവൾ ചോദിക്കുകയാണ്. ശരിയാണ്, കാലാവസ്ഥ ഓക്കെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും നേരെ ആ ബീച്ച് സൈഡിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ബംഗ്ലാവിന്റെ ഉള്ളിൽ വെച്ച് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതെന്താന്ന് നോക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് വില്യം ഒരു കമ്പി എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവൻ അവിടെ കാണുകയാണ്. ഒരു കരടി. ഒരു മൃഗമില്ലാത്ത ഈ ദ്വീപിൽ എങ്ങനെയാണ് ഈ കരടി വന്നത്? എന്തായാലും ആ വലിയ ഭീകരൻ കരടി വന്നിട്ട് അവനെ വലിച്ചെടുത്ത് കൊണ്ടുപോകണം. ഇതേ നേരം തന്നെ ഫിലിപ്പ് ലംബാർഡും അതുപോലെ തന്നെ വേറെയും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ ഡിറ്റക്റ്റീവ് വില്യം വരാത്തതുകൊണ്ട് ഇയാൾ എന്താ അവിടെ കാണിക്കുന്നത്? കുറെ നേരമായല്ലോ ഉള്ളിലേക്ക് പോയിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഉള്ളിലേക്ക് പോയ സമയത്ത് ഈ ഡിറ്റക്റ്റീവ് വില്യത്തിന്റെ ദേഹത്ത് മുഴുവനും മാന്തിയതിന്റെ പാടുകൾ കാണുകയാണ്. അയാൾ മരണപ്പെട്ടിരിക്കുകയാണ്. കൊന്നത് ഒരു മൃഗമൊന്നുമല്ല. ഇവിടെ നേരത്തെ തന്നെ കരടിയുടെ ഒരു തോല് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അതണിഞ്ഞുകൊണ്ട് ആരോ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് വില്യത്തിനെ പേടിപ്പിച്ച് കൊന്നതാണ്. ഇതൂടെ ആയപ്പോൾ വേരയ്ക്കും അതുപോലെ തന്നെ ഫിലിപ്പിനും അവിടെ നിൽക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ബീച്ചിലേക്ക്. അങ്ങനെ ബീച്ചിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു കാര്യം കണ്ട് ഇവർ ഞെട്ടുകയാണ്. അതായത് പാറകൾക്കിടയിൽ മരിച്ചു കിടക്കുന്ന ഡോക്ടർ എഡ്വാർഡ്. ആ കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ മലയുടെ മുകളിൽ നിന്നും കടലിലേക്ക് വീണ് ഒരാൾ മരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ ഒരാൾ ഇവിടെ മരിച്ചു കിടക്കണം, ഡോക്ടർ എഡ്വാർഡ് തന്നെ. അതായത് വേരയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നത് ഈ ഡോക്ടർ എഡ്വാർഡ് ആയിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് എന്നായിരുന്നു. പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ജീവനോടെയുള്ളത് ഈ ഫിലിപ്പും അതുപോലെ തന്നെ വേരയാണ്. വേരയ്ക്ക് ഉറപ്പാണ് അവളല്ല ഈ കൊലപാതകം ഒന്നും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? അവർക്കില്ല, മറ്റാരുമല്ല, ഫിലിപ്പ് തന്നെ. അവന്റെ കയ്യിലാണ് ഗൺ ഉള്ളതും. ആ ഗൺ ഉപയോഗിച്ചിട്ടാണല്ലോ ജഡ്ജായിരുന്ന ലോറൻസിനെ ആരോ കൊന്നത്. അത് ഇവൻ തന്നെയാണെന്ന് വേരയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൻ പോലും അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. എന്നിട്ട് വേറെ പറയുന്നുണ്ട്, ഫിലിപ്പേ നീയല്ല ഒരു കൊലയാളി, എനിക്കെല്ലാം മനസ്സിലായി. ഒരുപാട് പേരെ പൈസ മേടിച്ച് നീ കൊന്നു കളഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഇപ്പോഴും നിനക്ക് ആരോ പൈസ വന്നിട്ടുണ്ട്, അതിന്റെ പേരിലാണ് നീ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ ഫിലിപ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, സത്യം പറയണ വേറെ ഞാനല്ല ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ നിന്റെ ഗണ്ണ് ഒരു സമയത്ത് കാണാതായി പിന്നെ അത് നിനക്ക് കിട്ടുന്നത്? ഇതെല്ലാം നിന്റെ വെറും ഒരു നാടകം മാത്രമല്ലേ? ഇപ്പൊ ഫിലിപ്പ് പറയണ വേറെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ പറയുന്ന കേക്ക്. ആ ഗണ്ണ് താന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും ഗണ്ണ് മേടിക്കാൻ നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പൊട്ടുകയാണ്. ബുള്ളറ്റ് വന്ന് അവന്റെ നെഞ്ചിൽ കയറുന്നുണ്ട്. ഫിലിപ്പ് ലംബാർഡും അവിടെ മരിച്ചു വീഴുന്നുണ്ട്. കഥയിൽ പറഞ്ഞതുപോലെ തന്നെ അവസാനം വരുന്ന 2 പട്ടാളക്കാരിൽ ഒരാൾ മറ്റൊരാളുടെ വെടിയേറ്റ് മരിക്കുമെന്ന്. ഇത് ചെയ്തതോട് കൂടിയിട്ട് വേറെ കയ്യും കാലും വിറക്കാൻ തുടങ്ങുകയാണ്. ആ ഗണ്ണ് താഴെ ഇട്ടു, അവൾ അവിടെ തലകറങ്ങി വീഴുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഇത്രയും നേരം നമ്മളെല്ലാം വിചാരിച്ചത് ഈ വേര ഭയങ്കര പാവായിരുന്നു എന്നല്ലേ. എന്നാൽ അവൾക്ക് പിന്നിലും ഒരു കഥയുണ്ട്, ഒരു സത്യമുണ്ട്. അന്ന് അവളെ നോക്കാനായിട്ട് ഒരു കുട്ടിയെ ഏൽപ്പിച്ചായിരുന്നല്ലോ. ആ കുട്ടിയുടെ അങ്കിളിനെ ആയിരുന്നു വേര സ്നേഹിച്ചിരുന്നത്. അവളുടെ ബോയ് ഫ്രണ്ടാണ്. ഇവരുടെ കുടുംബത്തിന് നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ കുട്ടി ജീവിച്ചിരുന്നാൽ ഈ സ്വത്തൊന്നും വേര പ്രണയിക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ടിന് കിട്ടില്ല. ഇതെല്ലാം ആ ഒരു കുട്ടിക്കാണ് പോവുക. സോ ആ ഒരു കുട്ടി എങ്ങനെയെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ ആ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള നമ്മുടെ വേര പ്രണയിക്കുന്ന ആ ചെറുക്കിന് ഇതെല്ലാം പോകും. സോ ഇത് മുന്നിൽ കണ്ടാണ് ഈ പയ്യന് കടലിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവൾ മനഃപൂർവ്വം അവനെ കടലിലേക്ക് വിട്ടത്. എന്നിട്ട് അവൻ മരിച്ച സമയത്ത് അവൾ വെറും നാടകം കളിച്ചതാണ്. ഒരു പക്ക ക്രിമിനൽ മൈൻഡ് തന്നെയാണ് അവൾക്ക് ഉണ്ടായത്. എന്തായാലും അവൾ വിചാരിച്ചതുപോലെ തന്നെ ആ കുട്ടി മരിച്ചതുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ എല്ലാം സ്വത്തും കിട്ടി. എന്നാൽ അവൻ എല്ലാ രഹസ്യവും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വേറെ നേരിട്ട് കണ്ട് അവൻ സംസാരിക്കുകയാണ് കേട്ടോ, നിന്നെ പോലെ ഒരു ക്രിമിനലിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നീ ചെയ്തത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഒരു വലിയ മഹാപാപമാണ്. ഇതിന് നീ അനുഭവിക്കാതെ പോയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഇട്ട് ആ ഒരു ബോയ് ഫ്രണ്ട് പോയിട്ടോ. പക്ഷെ അതിനുശേഷം വേരയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം, ഗിൽറ്റ്, അത് അവളെ വേട്ടയാടാൻ തുടങ്ങി. ഒരു ദിവസവും സമാധാനമില്ല, സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. സമ്പത്തിന് വേണ്ടി അവൾ കൊന്നിരിക്കുന്നത് ചെറിയൊരു കുട്ടിയാണ്. അത് അവളെ ഭീകരമായ രീതിയിൽ തന്നെ വേട്ടയാടുന്നുണ്ട്. മാനസികമായിട്ട് തളർത്തി കളഞ്ഞു എന്ന് പറയാം. പക്ഷെ എന്തൊക്കെയായാലും അവൾ ചെയ്തത് ഒരു കുറ്റം തന്നെയാണ്. അവൾ ആ കുട്ടിയെ കൊന്നതാണ്. അവൾ ഒരു കൊലയാളിയാണ്. എന്തായാലും ബോധം കെട്ട് ആ ബീച്ചിൽ കിടന്ന് വേറെ എഴുന്നേൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ ഇനി അവൾക്ക് ജീവിക്കേണ്ട. ആ ബംഗ്ലാവിലേക്ക് വന്നു. അവിടെ ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവൾ നേരെ അതിൽ പോയിട്ട് കഴുത്ത് കുരുക്കുകയാണ്. അതിൽ തൂങ്ങി അവൾ പിടയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് കഥയിലെ പ്രധാന ട്വിസ്റ്റ്. നമ്മൾ മരിച്ചു എന്ന് കരുതിയ ലോറൻസ്, അതായത് പഴയ ജഡ്ജായിട്ടുള്ള ലോറൻസ്, ഇയാൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാൾ സത്യത്തിൽ മരണപ്പെട്ടിട്ടില്ല. ഈ ലോറൻസിനെ ജീവനോട് കണ്ടപ്പോൾ അവളുടെ കാലുകൾ ഇടറുകയാണ്, പകച്ചുപോയി. ആ സമയത്ത് സ്റ്റൂള് തെറ്റി തെറിക്കുന്നുണ്ട്. ഇപ്പൊ ആ കയറിൽ തൂങ്ങി അവൾ അങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ലോറൻസ് പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുന്നേ വേറെ നീ ആ ഒരു സത്യം മനസ്സിലാക്കുക. എല്ലാവരെയും കൊന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. സ്കെച്ച് ചെയ്ത് കൊന്നതാണ്. എന്തിനാണെന്നല്ലേ, നീ അടക്കം ഇവിടെ വന്ന ഓരോ ആൾക്കാരും ഓരോരുത്തരുടെ മരണത്തിന്
മരണത്തിന് കാരണമായിട്ടുണ്ട്. മനഃപൂർവ്വം തെറ്റ് ചെയ്തവരാണ് നിങ്ങളൊക്കെ. ഈ കേസെല്ലാം ഞാൻ കണ്ടതാണ്. നിയമത്തിന്റെ ഓരോ പഴുതുകൾ ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. പണിഷ്മെന്റ് നിങ്ങൾ എല്ലാവരും അർഹിക്കുന്നില്ലേ? ആ പണിഷ്മെന്റ് ഓരോരുത്തർക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അവസാനം നീ മാത്രമേ ഉള്ളൂ വേറെ. നിനക്ക് കുറ്റബോധം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതുകൊണ്ട് നീ കുറ്റവാളിയാകാതിരിക്കുന്നില്ല. എന്തായാലും അവിടെ വെച്ച് തന്നെ പിടഞ്ഞ് വേറെയും മരിക്കുകയാണ്. ഇതിനുശേഷം ഈ ലോറൻസ് നേരെ താഴേക്ക് പോകുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് ഉപയോഗിച്ച് അയാളും സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ലോറൻസ് ഇങ്ങനെ ചെയ്തത്? ലോറൻസ് നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? അതായത് അയാളുടെ കോടതിയിലേക്ക് വന്ന ഒരു പാവം ചെറുപ്പക്കാരനെതിരെ വിധി പറയേണ്ടി വന്നു. അവന് മരണശിക്ഷ കൊടുത്തു. സത്യത്തിൽ അവൻ നിരപരാധിയാണെന്ന് ലോറൻസിന് അറിയായിരുന്നു. എന്നാൽ തെളിവുകൾ അവനെതിരായിരുന്നു. ലോറൻസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരന്റെ മരണത്തിന് ഞാനും ഒരു ഉത്തരവാദിയാണ്. അതിന്റെ പേരിലാണ് ലോറൻസ്, ആ കുറ്റബോധത്തിന്റെ പേരിലാണ് ലോറൻസും സ്വയം വെടിവെച്ച് മരിച്ചത്. അങ്ങനെ അവസാനം ഈ ദ്വീപിലേക്ക് വന്ന 10 പേരും മരിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. തീർച്ചയായിട്ടും ഒരു അടിപൊളി കഥയാണ്. ഒരുപാട് ട്വിസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.